ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡ് റൈസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ അതാ 1 kg ബസുമതി അരി എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകി നമുക്ക് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. നല്ലോണം കഴുകിയിട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ല ബസുമതി അരിയാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം നമുക്ക്. ഇതാ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓനിയനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചു. കാബേജും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ പിന്നെ വൈറ്റും ഉണ്ട് ഗ്രീനും ഉണ്ട്, രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് എല്ലില്ലാത്ത പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലില്ലാത്ത പീസ് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാനിലാട്ടോ വെച്ചിട്ടിരിക്കുന്നത്. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പിട്ടെടുത്തു. ഇനി വെള്ളം ഒന്ന് പിന്നെ അരി വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഇവിടെ ഒഴിച്ചിട്ടത്. ഇനി നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് വെക്കുന്നത്. അതിലേക്ക് റൈസ് ഇട്ടെടുത്തു. ഫുള്ളായിട്ട് തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 70% വെന്താൽ മതി കേട്ടോ. അത്രയ്ക്കും നമുക്ക് പെട്ടെന്ന് 2-3 തള തിളക്കുമ്പോൾ തന്നെ നമുക്കിത് വേവ് പാകമായി കിട്ടും. അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ സമയം കൊണ്ട് ഇതാ പിന്നെ ചിക്കൻ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 4-5 തള തിളച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും മതി നമുക്കിതിന് ഊറ്റിയെടുക്കുക. കാരണം നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ റൈസ് ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. മൊത്തം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വേവ് കറക്റ്റാണ്, ഒരു 70% വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ റൈസ് ഫുള്ള് ഞാൻ വേവിച്ചെങ്കിൽ നമുക്ക് നല്ലോണം തണുപ്പിച്ചെടുക്കണം. ഒരു ഫാനിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അതാ പിന്നെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ പിച്ചെടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത പീസാണല്ലോ എടുക്കേണ്ടത്. നല്ലോണം പിച്ച് അതവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് വേറെ മോഡലാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ. ഇനി അത് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ നമ്മൾ റൈസ് വേവിച്ച ആ പാനിൽ തന്നെ കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് 3 മുട്ട ഒഴിച്ച് പാന് ചൂടാക്കിയതിന് ശേഷം 3 മുട്ട അതിലേക്ക് ഒഴിച്ചിട്ടെടുത്തു. നമ്മളിത് പിച്ചെടുക്കണം കോഴിമുട്ട. അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ രീതിയിലാട്ടോ വേണ്ടത്. അപ്പം നമുക്ക് കോരിയെടുക്കാം. ഇനി അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണ് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചെടുത്ത്. അതിലേക്ക് ഇതാ ചെറുതാക്കി എരിഞ്ഞൊരു വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കി വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലിയാട്ടോ എടുത്തത്. ഇനി അതിലേക്ക് ഇതാ വൈറ്റ് സ്പ്രിംഗ് ഓനിയൻ ഇട്ടെടുത്ത് കേട്ടോ. പിന്നെ ക്യാരറ്റ് ഇട്ടെടുക്കുന്നുണ്ട്. അതൊക്കെ ഏകദേശം നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുക്കുക. ക്യാരറ്റ് ഇട്ടെടുത്തു. അപ്പോൾ ഇതിലുള്ള വെജിറ്റബിളൊന്നും അധികം വേവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇട്ടെടുക്കുന്നത് ബീൻസാണ് കേട്ടോ. അതും അതിലേക്ക് ഇട്ടെടുത്തു. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കാബേജാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയാണ്. ഇനി അതിലേക്ക് ക്യാപ്സിക്കാണ് കേട്ടോ. അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിൽ ഉപ്പ് നോക്കുക, ഉപ്പ് പാകത്തിന് നോക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതാ ചില്ലി സോസാണ് കേട്ടോ. അതും അതിലേക്ക് ഇട്ടെടുക്കാം. റെഡ് ചില്ലി സോസാണ് ഇട്ടെടുത്തത്. അതിൽ ഏകദേശം ഒഴിച്ചു കൊടുക്കുക. പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊക്കെ നമ്മൾ നേരത്തെ കോഴിമുട്ട ചിക്കി പറിച്ച കോഴിമുട്ട ഉണ്ടല്ലോ, അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനും വേവിച്ചെടുത്ത ചിക്കനും അതിലേക്ക് ആഡ് ചെയ്യാം. വീണ്ടും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്ന പണിയുള്ളൂ കേട്ടോ. ഇത്രയും മതി. അപ്പോൾ ഉപ്പ് നിങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ റൈസ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അതിലേക്ക് ഇതാ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്പ്രിംഗ് ഒനിയനാണ് കേട്ടോ, ഗ്രീന്, അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇറക്കി വെക്കുന്ന പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ചിക്കൻ ഇപ്പുറത്ത് റെഡി ആകുന്നിട്ടുണ്ട് കടായിക്കുള്ള, അത് കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ. അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബായ്.